മാനേജ്മെന്റിന്റെയും കേരളത്തിന്റെയും സ്വസ്ഥത കളഞ്ഞ ഹിജാബ് കോപ്രായം ശരിക്കും രാജകീയമാക്കിയത് സാക്ഷര കേരളത്തിന്റെ സാക്ഷാൽ രാശാവ് തന്നെ. സ്വർണപ്പാളിക്ക് മറയിടാൻ ആ ഹിജാബ് സഹായകമാകും എന്നും പ്രബല വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനായേക്കും എന്നുമുള്ള ചാണക്യ ബുദ്ധിയാണ് അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചതെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് ഫാദർ ജോഷി മയ്യാറ്റിൽ ചൂണ്ടിക്കാട്ടുന്നു. സിനിമകളിൽ കാണുന്നത് പോലെ വോട്ടിനു വേണ്ടി സംഘർഷമുണ്ടാക്കുന്നതും നീതിബോധമുള്ള ആരും ചെയ്യാൻ മടിക്കുന്നതുമായ ഈ രാഷ്ട്രീയ കുടിലതയുടെ ചിത്രം നിവർത്തുകയാണ് മയ്യാറ്റിലച്ചൻ. അത് ഇങ്ങനെ: മലയാളത്തിൽ കോ വെച്ചുള്ള പദങ്ങളെല്ലാം പൊതുവെ രാജസംബന്ധിയാണ് എന്നാണ് വയ്പ്. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വിവാദം ആ അർത്ഥത്തിൽ വെറും ഒരു കോപ്രായമാണ്. യൂണിഫോം സംബന്ധിയായ ഡിസിപ്ലിൻ പാലിക്കാൻ ബാധ്യസ്ഥരായ രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടിയെ ഒരു ഒക്ടോബർ 7-ന് വേഷം കെട്ടിച്ച് സ്കൂളിലേക്ക് വിട്ടതും പോരാ, 3-ാം ദിവസം ഒരു വ്ളോഗർ ഉൾപ്പെടെ SDPI എന്ന ഭീകര പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുമായി ചെന്ന് സ്കൂളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് സ്കൂൾ അടപ്പിച്ചു. മാനേജ്മെന്റിന്റെയും കേരളത്തിന്റെയും സ്വസ്ഥത കളഞ്ഞ ഈ കോപ്രായം ശരിക്കും രാജകീയമാക്കിയത് സാക്ഷര കേരളത്തിന്റെ സാക്ഷാൽ രാശാവ് തന്നെ. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയും 2-3 പ്രാവശ്യം വീതം മാറിയും മറിഞ്ഞും അഭിപ്രായം പറഞ്ഞും സോഷ്യൽ മീഡിയയിൽ എഴുതിയും ഇന്റർവ്യൂ നൽകിയും വിഷയം കത്തിച്ചെടുത്തത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. സ്വർണപ്പാളിക്ക് മറയിടാൻ ആ ഹിജാബ് സഹായകമാകും എന്നും പ്രബല വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനായേക്കും എന്നുമുള്ള ചാണക്യ ബുദ്ധിയാണ് അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചതെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അതോടെ സ്വർണപ്പാളി വിവാദം കെട്ടടങ്ങിയല്ലോ. ബാലറ്റ് കാലത്ത് ബിരിയാണി കിട്ടും എന്ന പ്രതീക്ഷയും ഉണർന്നിട്ടുണ്ടല്ലോ. പിന്നീട് ആളിപ്പിടിച്ചത് സ്കൂളിന്റെ ഡിസിപ്ലിനു വേണ്ടി ന്യായമായും വിവേകത്തോടെയും കൃത്യതയോടെയും നിലകൊണ്ട സ്കൂൾ പ്രിൻസിപ്പലിനെതിരെയുള്ള ഭീഷണികളുടെയും സൈബർ ആക്രമണത്തിന്റെയും ശരവർഷമാണ്. കത്തിക്കയറിയത് കേരളം കണ്ട ഏറ്റവും ഭീകരമായ വർഗീയതയാണ്. വ്യാജ വാർത്ത ചമച്ചും അവഹേളിച്ചും ഔദ്യോഗിക ചടങ്ങുകൾ ദുരുപയോഗിച്ചും ഒരു വ്യക്തിക്കെതിരെ നടത്തിയ വ്യക്തിഹത്യാപർവത്തിനാണ് കൈരളി പിന്നീട് സാക്ഷ്യം വഹിച്ചത്. അതിനെല്ലാം ഭീകര പ്രസ്ഥാനങ്ങളുടെ ഇടപെടലും വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വവും മുഖ്യധാരാ മാധ്യമങ്ങളുടെയും ചില സാംസ്കാരിക നായകന്മാരുടെയും ഒത്താശയും ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. സിസ്റ്റർ ഹെലീൻ എന്തു പിഴച്ചു? ഫാദർ മയ്യാറ്റിൽ ചോദിക്കുന്നു. ഈ അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും ഭീകരമായ സൈബർ ആക്രമണത്തിനാണ് ആ സ്കൂൾ പ്രിൻസിപ്പൽ ഇരയായത്. തന്റെ ഔദ്യോഗികമായ ഉത്തരവാദിത്വം ആത്മാർത്ഥമായി നിറവേറ്റിയതിന് ഒരാൾ ഇതുപോലെ ആക്രമിക്കപ്പെട്ട സംഭവം കേട്ടുകേൾവി ഇല്ലാത്തതാണ്. ഇത് സാക്ഷര കേരളത്തിന് ഭൂഷണമാണോ? 3 ദിവസം സ്കൂളിന്റെ ഡിസിപ്ലിൻ തെറ്റിച്ചു വന്ന കുട്ടിയോട് എത്ര അവധാനതയോടും മൃദുലതയോടും കൂടിയാണ് സ്കൂൾ അധികൃതർ പെരുമാറിയത്. ഒക്ടോബർ 7-ന് യൂണിഫോമിന് വിരുദ്ധമായി വസ്ത്രം ധരിച്ചു വന്ന കുട്ടിയെ സ്കൂൾ നിയമം അനുസരിച്ച് ക്ലാസ്സിലോ സ്കൂൾ കോമ്പൗണ്ടിൽ പോലുമോ കയറാൻ അനുവദിക്കേണ്ടതില്ലെങ്കിലും ആർട്സ് ഡേയുടെ 1-ാം ദിനത്തിൽ പ്രോഗ്രാം ഹാളിൽ മുൻനിരയിൽ തന്നെ ഇരിക്കാൻ അനുവദിച്ചതാണോ അധ്യാപകർ ചെയ്ത തെറ്റ്? വീട്ടുകാരോട് വരാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ 9:23-ന് സ്കൂളിൽ വന്നപ്പോഴേക്കും വിശിഷ്ടാതിഥി എത്തി പ്രോഗ്രാം തുടങ്ങേണ്ട സമയമായിരുന്നതിനാൽ മീറ്റിംഗ് തീരുന്നതുവരെ കാത്തുനിൽക്കാൻ ആവശ്യപ്പെടേണ്ടി വന്നു. പക്ഷേ അവരാകട്ടെ മീറ്റിംഗിനിടയ്ക്ക് നിരുത്തരവാദപരമായി 10:03-ന് തിരികെ പോവുകയായിരുന്നു. എങ്കിലും ആർട്സ് ഡേ പരിപാടിയിൽ മുഴുവനായും വൈകുന്നേരം വരെ പങ്കെടുക്കാൻ അനുവദിച്ചതാണോ പ്രിൻസിപ്പൽ ചെയ്ത തെറ്റ്? ഒക്ടോബർ 8-നും യൂണിഫോം ചിട്ട തെറ്റിച്ച് 8:45-ന് എത്തിയ കുട്ടി പ്രോഗ്രാം നടക്കുന്ന വില്ലനോവ ഹാളിൽ 9:15 വരെ പ്രോഗ്രാമിൽ പങ്കെടുത്തു. പിന്നീട് രക്ഷിതാക്കളുമായി സംസാരിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള കോൺഫറൻസ് ഹാളിൽ ഒരു അധ്യാപികയോടൊപ്പം ഇരുത്തിയതും രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയതുമാണോ അധ്യാപകർ ചെയ്ത തെറ്റ്? പ്രിൻസിപ്പലിനോട് ബഹളം വെക്കുന്ന പിതാവിനോട് സംസാരിക്കാൻ 9:50-ന് വൈസ് പ്രിൻസിപ്പളും PTA ഭാരവാഹികളും കോൺഫറൻസ് ഹാളിൽ എത്തിയത് തെറ്റാണോ? ഒക്ടോബർ 10-നും സ്കൂളിൽ ധിക്കാരപൂർവ്വം ചട്ടവിരുദ്ധമായ വസ്ത്രവും ധരിച്ചെത്തിയ കുട്ടിയെ അസംബ്ലി സമയത്ത് കോൺഫറൻസ് ഹാളിൽ ഒരു അധ്യാപികയുടെ സാന്നിധ്യത്തിൽ വീണ്ടും ഇരിക്കാൻ അനുവദിച്ചതാണോ സ്കൂൾ അധികാരികൾ ചെയ്ത തെറ്റ്? ഉടൻ തന്നെ രക്ഷിതാക്കളെ വിളിച്ച് അവരോട് വില്ലനോവ ഹാളിൽ വെച്ച് സംസാരിച്ചതാണോ തെറ്റ്? കുട്ടികളെയും മാതാവിനെയും കൂട്ടി സ്കൂളിലേക്ക് വരാതിരുന്ന എല്ലാ ദിവസങ്ങളിലും വീട്ടിലേക്ക് വിളിച്ച് അന്വേഷിച്ചതാണോ സ്കൂൾ അധികൃതർ ചെയ്ത തെറ്റ്? സ്കൂളിന്റെ നിയമങ്ങൾ അനുസരിച്ച് വന്നാൽ ആദ്യം ചേർന്നപ്പോൾ എന്ന പോലെ തന്നെ സ്നേഹത്തോടെ സ്വീകരിക്കും എന്ന് ഉറപ്പ് നൽകിയതാണോ പ്രിൻസിപ്പൽ ചെയ്ത തെറ്റ്? തുടക്കം മുതൽ ഒരു സംസാരത്തിലും കുറിപ്പിലും വാർത്താ സമ്മേളനത്തിലും രാഷ്ട്രീയമോ മതപരമോ വർഗീയമോ ആയ ഒരു പരാമർശവും നടത്താതിരുന്നതാണോ സിസ്റ്റർ ഹെലീന്റെ തെറ്റ്? സെന്റ് റീത്ത സ്കൂളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പാൻസും ഷർട്ടും ആണ് വേഷം. പെൺകുട്ടികൾക്ക് കൈയില്ലാത്ത ഓവർകോട്ടും ഉണ്ട്.
ആൺകുട്ടികൾ ബെൽറ്റ് വ്യക്തമായി കാണും വിധം ഷർട്ട് ഇൻസേർട്ട് ചെയ്യണം. പെൺകുട്ടികൾ മുടി രണ്ടായി പിന്നിയിട്ട് തോളോളം എത്തിച്ച് മുകളിലേക്ക് മടക്കി കെട്ടിവെക്കണം. പാറ്റേണിലും ഡിസൈനിലും നിറത്തിലും ഏകതാനത വേണമെന്ന് 30-ാം നമ്പറിൽ വ്യക്തമാക്കിയിട്ടുള്ളതിൽ നിന്നും മുടി കെട്ടിവെക്കേണ്ടത് എങ്ങനെയെന്ന് 32-ാം നമ്പറിൽ നിഷ്കർഷിച്ചിട്ടുള്ളതിൽ നിന്നും എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും അനുവദനീയമല്ല എന്ന് വ്യക്തമാണ്. ഹിജാബിനെ കുറിച്ചുള്ള ചർച്ചയിലേക്ക് ഒതുക്കേണ്ട ഒന്നല്ല ഈ യൂണിഫോം നിബന്ധനകൾ. ഏതെങ്കിലും പെൺകുട്ടി മുടി അഴിച്ചിട്ട് വന്നാലോ തൊപ്പി വെച്ച് വന്നാലോ മതപരമായ കാരണം പറഞ്ഞ് ജട പിടിപ്പിച്ച് വന്നാലോ ഹിജാബ് ഇട്ട് വന്നാലോ ഈ നിബന്ധനകൾ തെറ്റിക്കുകയല്ലേ ചെയ്യുന്നത്. അവിടെ ഇടപെടാൻ സ്കൂൾ അധികൃതർക്ക് ന്യായമായ അവകാശം ഉണ്ടല്ലോ. ആരാണ് യഥാർത്ഥത്തിൽ തെറ്റുകാർ? മയ്യാറ്റിലച്ചൻ ചോദിക്കുന്നു. 30ഓളം വർഷമായി സ്കൂൾ ഡയറിയിൽ 30 മുതൽ 33 വരെ നമ്പറുകളിലായി എഴുതി വെച്ചിട്ടുള്ളതും ഇതുവരെ കൃത്യമായി എല്ലാവരും പാലിച്ചു പോന്നിട്ടുള്ളതുമായ യൂണിഫോം നിബന്ധന മറികടക്കാൻ ദുഷ്ടലാക്കോടെ തീരുമാനമെടുത്ത ആ രക്ഷിതാക്കളല്ലേ തെറ്റുകാർ? കുട്ടിക്ക് മനോവിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ആ രക്ഷിതാക്കളല്ലേ കാരണക്കാർ? സ്കൂളിൽ കൊണ്ടുവന്ന് കുട്ടിയെ ചേർത്തിട്ട് 4 മാസം വരെ നിബന്ധനകളെല്ലാം പാലിച്ച് പൊടുന്നനെ അച്ചടക്ക വിരുദ്ധമായ നിലപാടെടുത്തത് അതിന് ഭീകരപ്രസ്ഥാനങ്ങളുടെ സഹായം തേടിയ രക്ഷിതാക്കൾക്കെതിരെയല്ലേ സാമാന്യ ബോധമുള്ളവർ നിലകൊള്ളേണ്ടത്. ഒക്ടോബർ 10-ാം തീയതി സ്കൂൾ അധികൃതരുടെ അഭ്യർത്ഥന പ്രകാരം സ്കൂളിലേക്ക് എത്തിയ രക്ഷിതാക്കൾ SDPI തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആളെ ഫോൺ വിളിച്ചു വരുത്തിയത് എന്തിനായിരുന്നു? ലൈവ് കൊടുക്കാനായി ഒരു വ്ലോഗറെ സ്കൂളിൽ വിളിച്ചു വരുത്തിയത് എന്തിനായിരുന്നു? അവരോടൊപ്പം കോമ്പൗണ്ടിനകത്തേക്ക് ഇരമ്പിക്കയറാനായി ഗേറ്റിന് പുറത്ത് ആളെ ഒരുക്കി നിർത്തിയത് എന്തിനായിരുന്നു? അപ്പോഴല്ലേ പോലീസിനെ വിളിച്ചു വരുത്തേണ്ട ഗതികേടിൽ മാനേജ്മെന്റ് എത്തിയത്. സ്കൂളിൽ SDPIക്ക് എന്ത് കാര്യമെന്നും മുപ്പത്തടം, എരമം എന്നീ പ്രദേശത്തുകാർക്കും അഭിമന്യു വധക്കേസിലെ പ്രതികളെ ഒളിപ്പിച്ചവർക്കും പള്ളുരുത്തിയിൽ എന്തു കാര്യമെന്നും അല്ലേ ഭരണപക്ഷവും പ്രതിപക്ഷവും ചോദിക്കേണ്ടിയിരുന്നത്. സെപ്റ്റംബർ 21-ന് ആ പ്രദേശത്ത് നടന്ന SDPI സമ്മേളനത്തിൽ സ്കൂളിലെ യൂണിഫോം വിഷയം ചർച്ച ചെയ്തിരുന്നോ എന്ന് ഇന്റലിജൻസിന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? യൂണിഫോമിൽ ഹിജാബിന് സ്പേസ് ഉണ്ടാക്കണമെങ്കിൽ എന്തായിരുന്നു രക്ഷിതാക്കൾ ചെയ്യേണ്ടിയിരുന്നത് എന്ന് മയ്യാറ്റിലച്ചൻ ഓർമ്മിപ്പിക്കുന്നു. ഹിജാബ് ധരിക്കുന്നത് മതപരമായ അനിവാര്യതയാണോ അല്ലയോ എന്ന ചർച്ചകൾ നടക്കുന്നുണ്ട്. കോടതികൾ വിവിധ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഇസ്ലാമിക വസ്ത്രം തങ്ങളുടെ കുട്ടിയുടെ യൂണിഫോമിന്റെ ഭാഗമാക്കാൻ മാതാപിതാക്കൾ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? സർക്കാർ സ്കൂളുകൾ, പ്രൈവറ്റ് എയ്ഡഡ് സ്കൂളുകൾ, ചില അൺഎയ്ഡഡ് സ്കൂളുകൾ എന്നിവയിൽ യൂണിഫോമിന്റെ അനുവദനീയമായ ഭാഗമാണല്ലോ ഹിജാബ്. അത്തരം സ്കൂളുകളിലേതെങ്കിലും ഒന്ന് അവർക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു. അല്ലെങ്കിൽ സെന്റ് റീത്ത സ്കൂളിൽ ചേർത്തതിനു ശേഷം തങ്ങളുടെ കുട്ടിക്ക് ഹിജാബ് ധരിക്കാൻ പ്രത്യേക അനുവാദം തരണമെന്ന് മാനേജ്മെന്റിന് കത്ത് നൽകാമായിരുന്നു. ആ അപേക്ഷ പരിഗണിച്ച് സ്കൂൾ അധികൃതർക്ക് ആ അഭ്യർത്ഥനയിൽ ആവശ്യമായ കൂടിയാലോചനകൾക്ക് ശേഷം അനുകൂലമായോ പ്രതികൂലമായോ നിലപാടെടുക്കാൻ അവസരം ലഭിക്കുമായിരുന്നു. മറിച്ച് അച്ചടക്കം ലംഘിച്ച് അധിനിവേശ മനസ്സോടെ ഹിജാബ് സ്കൂളിന് മേൽ അടിച്ചേൽപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. എന്തായാലും ഒരു കാര്യം വ്യക്തം. ഭരണഘടനാ ആർട്ടിക്കിൾ 30 പ്രകാരം യൂണിഫോമിനെ കുറിച്ചുള്ള തീരുമാനത്തിന്റെ അവസാന വാക്ക് മാനേജ്മെന്റിന്റേതാണ്. 2018-ലെ ഹൈക്കോടതി വിധി വായിച്ചു നോക്കിയാൽ കാര്യം മനസ്സിലാകും. വ്യക്തിഗതമായ അവകാശങ്ങൾക്കുമേൽ സ്ഥാപനത്തിന്റെ അവകാശങ്ങൾക്കാണ് മുൻതൂക്കം. സെന്റ് റീത്ത സ്കൂളിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് തികച്ചും സമാനമായ ഒന്നാണ് 2018-ൽ CMI വൈദികർ നടത്തുന്ന CBSE സ്കൂളിൽ ഉണ്ടായിരുന്നത്. ജസ്റ്റിസ് മുസ്താഖിന്റെ ആ വിധി ഈ വിഷയത്തിൽ നിർണായകവുമാണ്. സ്കൂൾ അടച്ചിടേണ്ടി വന്ന ഒക്ടോബർ 13-ന് ഞാൻ FBയിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: മതഭ്രാന്തന്മാരുടെ പരീക്ഷണശാലയാക്കി വിദ്യാലയങ്ങളെ മൗനം മൂലം വിട്ടുകൊടുക്കുന്ന ഭരണ പ്രതിപക്ഷ പാർട്ടികളെ ഷെയ്ം ഓൺ യു. ഒക്ടോബർ 23-ന് എനിക്ക് വീണ്ടും കുറിക്കേണ്ടി വന്നിരിക്കുന്നു. 2 വോട്ടിനു വേണ്ടി ലജ്ജാകരമായ വർഗീയത കളിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ഷെയ്ം ഓൺ യു. മയ്യാറ്റിലച്ചൻ തുറന്നടിക്കുന്നു.